കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ എവിടുന്നെങ്കിലും നിനക്ക് ചെറിയൊരു തടസ്സം വന്നാൽ നീ പതറരുത്. കാര്യം എന്താണ്? ഞാൻ നിന്നെ ആശീർവദിച്ച് ദൈവനാമത്തെ വിടുകയാണ്. പിന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് ശരിയാക്കി തരും. നീ ഒരിക്കലും അത് നിരാശരായി പിന്തിരിയുകയും ചെയ്യരുത്. ഇത് നിനക്ക് എപ്പോഴും കർത്താവിൻ്റെ തുണയായി വരണം. എൻ്റെ കർത്താവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം. അവരെന്ത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിച്ചവരുണ്ട്. കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും പിസ്തുല രോഗികളും അർസസ് രോഗികളും നടുവിന് വേദന ഉള്ളവരും ഇടുപ്പിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിന്റെ തിരുമുറുവാന വലതു കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങള്, കണ്ടുമുട്ടുന്ന വ്യക്തികള്, സംസാരിക്കുന്ന സംഭാഷണങ്ങള്, എഴുതുന്ന രേഖകള്, ഒപ്പിടുന്ന ഡോക്യുമെന്റുകള്, പങ്കെടുക്കുന്ന ഇന്റർവ്യൂകള്, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകള് എല്ലാം കർത്താവിന്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിന്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിന്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിന്റെ മധ്യസ്ഥത്തില് രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിന്റെ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥതയും ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് വലിയൊരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞാലേ ഈ അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങളിലെ ഉണ്ടാകുന്ന വിഷയം, അവര് വളരെ പേഴ്സണലായിട്ടാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഭയങ്കര ഹൃദയം കൊണ്ടാണ് അവര് ഈ ദൈവവുമായിട്ട് ഇന്ററാക്ട് ചെയ്യണത്. അപ്പൊ ലക്ഷ്മി ഇവിടുന്ന് ചെന്നൈ പരീക്ഷ നേഴ്സാണ്. അപ്പൊ ഇവിടുന്ന് അവിടം വരെ റെയിൽവേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചെയ്യും. അപ്പൊ അവരോട് പറഞ്ഞു കൊടുത്തിരിക്കാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേഴ്സണലായിട്ടല്ല, പൊതുവായിട്ട് പബ്ലിക്കായിട്ട് എന്താ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ ഈ വിശ്വാസ പ്രയോഗം എന്നൊരു സംഭവമുണ്ട്. വിശ്വാസ പ്രഖ്യാപനമുണ്ട്. വിശ്വാസം നമുക്ക് പ്രാർത്ഥനയാക്കാം. വിശ്വാസം കൈമാറുമ്പോൾ അത് പ്രഖ്യാപനമാണ്. വിശ്വാസം പിന്നെ പ്രയോഗമുണ്ട്. നമ്മുടെ ഈ സ്ഥൈര്യമൊക്കെ പൂശി പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസ പ്രയോഗമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ മെരിറ്റ് പോകുമ്പോഴാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോകുമ്പോഴാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഫോർമുല വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? നമ്മുടെ കഴിവുണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും വിശ്വാസ പ്രയോഗത്തിലൂടെയുമാണ് ആ കൃപ നമ്മൾ ആർജിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമൊക്കെ നെഞ്ചത്ത് പല വിശ്വാസപ്രമാണം ചെയ്ത് പല കുറിച്ചിട്ടൊക്കെയാണ് പരീക്ഷ എഴുതുന്നത്. അപ്പൊ അത്രയും എല്ലാം പൂർണ്ണമായിട്ടും ദൈവമേ നീ ഇല്ലെങ്കിൽ ഞാനില്ല, എൻ്റെ പരീക്ഷയില്ല, എൻ്റെ വിജയവും ഇല്ല, അങ്ങനെ നിലപാടെടുത്തിട്ട് മൊത്തം അടിയറ വെച്ചാണ് ദൈവമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറെ അവൾ മനസ്സിൽ പറഞ്ഞു, അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഇനി എനിക്ക് ക്വസ്റ്റ്യൻ എന്തുമാത്രം കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് വലിയ കൺഫ്യൂഷനാണേ. സമയം പരീക്ഷ എഴുതി കൊടുക്കുന്ന സമയത്ത് എന്തുമാത്രം സമയമുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ 10-50 ക്വസ്റ്റ്യൻ ബാലൻസ് ആകുമ്പോൾ നമ്മൾ സമയം തീർന്നു പോകും. അപ്പൊ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷ ഹോളിലൂടെ നമ്മുടെ കൃപാസനം മാതാവിനെ പോലെ ഒരു ഡ്രസ്സ് സിൽവർ ഗ്രേയിൽ ഇട്ടിട്ട് ആവാത്ത ഒരു ലേഡി വന്നിട്ട് ഇവിടെ കമ്പ്യൂട്ടറെ പൊട്ടും. ഇവളോട് പറയാതെ അവരോട് സംസാരിക്കും. ഇവിടെ മനസ്സിൽ വിചാരിക്കണം മാത്രമേ ഉള്ളൂ. കൊട്ടിച്ച് പറയും, ഇതാണ് സമയം,
നിനക്ക് ഇനി 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പിന്നെ ഒന്ന് കൊട്ടിട്ട് പറയും, ഇനി നിനക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്ന് പറയും. അതായത് അവര് പോകും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവര് ദൈവത്തെ കാണുമെന്ന് പറയത്തില്ലേ? അപ്പൊ വക്രത ഉള്ളവർ കാണത്തില്ലെന്ന് അർത്ഥം തന്നെ. ഈശോത്ത് പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവര് ദൈവത്തെ കാണും എന്ന അർത്ഥം എന്താണ്? വക്രതയുള്ളവര് കാണത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി അടിയറവ് വെക്കണം. ബുദ്ധിയിലാണല്ലോ ഈ വക്രതയും തരികിടയൊക്കെ ഇരിക്കുന്നത്. അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് അവൾക്ക് അവസാനം രാത്രിയായപ്പോ അവൾക്ക് ദൈവം കാണിച്ചു കൊടുത്തു. എന്താണ്? 42 മാർക്ക് കൊണ്ടാണ് അവൾക്ക് ഭയങ്കര സങ്കടമായി. സ്വപ്നത്തിലാണ് 42 മാർക്ക്. അപ്പൊ ഈ 800 മാർക്ക് ടോട്ടൽ. അതിന്റെ 42 കിട്ടിയ തോക്കുമെന്ന് ഉറപ്പല്ലേ? എന്നുവെച്ചാൽ അവളൊന്നും എഴുതിയിട്ടില്ല. അതാണ് പ്രശ്നം. ഇതെല്ലാം കണ്ണടച്ച് കുത്തിയ പരിപാടിയാണ്. കറുപ്പിക്കണതൊക്കെ അല്ലേ പരിപാടി. അതേപോലെ തന്നെ ഡോട്ട് ഒട്ടിയിട്ട് പോണതാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അടിച്ച് പോണതാണ്. അപ്പൊ എന്ത് സംഭവിച്ചു കഴിഞ്ഞാല് അത് തെറ്റാണോ ശരിയാണോ ഇവർക്ക് അറിയത്തില്ല. ഇവർ വെറുതെ ചെയ്യണത്. ആ സബ്ജക്റ്റ് മനസ്സാകൂടിയില്ല അവർക്ക്. കൺഫ്യൂഷനാണ്. പക്ഷെ എന്ത് ചെയ്യും? ദൈവത്തിൽ അവള് ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ. അത് 42 രാത്രി കാണിക്കും സ്വപ്നത്തില്. അപ്പൊ അത് ശരിയായിരുന്നു അവൾക്ക്. പക്ഷെ മാർക്ക് കൈ കിട്ടിയപ്പോ എന്താ? 542 മാർക്ക്. അപ്പൊ അവളൊക്കെ അറിയാം 500 മാർക്കിന് അവൾ എഴുതിയിട്ടെന്ന് അറിയാം. അപ്പൊ 500 മാർക്ക് ആരാ തന്നാണ്? ദൈവം കൃപയായിട്ട് ദാനം ചെയ്തത്. 42 മാർക്കാണ് അവിടെ മെരിറ്റ് എന്ന് പറയണത്. ഈ വിശ്വാസ ലോകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങള് മറ്റുള്ളവർക്ക് നോൺസെൻസ് ആയിട്ട് തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവർക്ക് എന്നും അത് നോൺസെൻസ് ആയിരിക്കും. വിശ്വസിക്കുന്നവന് എന്നും അത് സെൻസ് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തർക്കത്തിന്റെ അടയാളമായിട്ട് ഇതിങ്ങനെ പോണത് ശരിക്കും. കാര്യം വിശ്വസിക്കുന്ന സമയത്ത് ഹൃദയശുദ്ധി കൊണ്ടാ അവൻ ദൈവത്തെ കണ്ടിരിക്കും. ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത്, പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ദൈവത്തിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ താൻ പാതി ദൈവം പാതി എന്ന് പറയും. അത് ചിലതും വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവത്തിനെ കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ജീവിതം വിശുദ്ധിയാകാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കണം.